ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ബിന്നിനെ കുറിച്ചുള്ളതാണ്. ഈ കാണുന്ന 3 ബക്കറ്റാണ് കിച്ചൺ ബിൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ചെറിയ ബക്കറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നൊരു പുഴുവോ ദുർഗന്ധമോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. വളരെ കുറച്ച് സ്ഥലത്ത് നമുക്കിതിനെ വെക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കിച്ചൺ ബിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കിച്ചൺ ബിൻ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ മാലിന്യമുക്ത കേരളം എന്നുള്ളതിലേക്കായി അപ്പോൾ ഓരോ വീടും മാലിന്യമുക്തമാക്കാനായിട്ട് നമുക്ക് അടുക്കള മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനായി കിച്ചൺ ബിൻ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഫോമുണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആധാറിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ വീടിൻ്റെ കരം അടിച്ച രസീതിൻ്റെ കോപ്പിയിൽ വീട്ടു നമ്പർ കാണും. ഇത് മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ ഈ 3 ബക്കറ്റും ഒരു ചാക്ക് ഇനോക്കുലമാണ് കിട്ടിയത്. 195 രൂപയാണ് ആയത്. 3000 രൂപയുടെ സാധനം നമുക്ക് 195 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ബക്കറ്റ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഓരോ ബക്കറ്റും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിറച്ച് തന്നെ സുഷിരങ്ങളുണ്ട്. ഓരോ ബക്കറ്റിൻ്റെയും ചുറ്റാകിയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഒരുപാട് സുഷിരങ്ങളൊക്കെ തന്നെയുണ്ട്. കൂടാതെ ഈ ബക്കറ്റുകളൊക്കെ തന്നെ ഒന്നിനു മീതെ അടുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബേസും അതുപോലെ തന്നെ അതിനൊരു അടപ്പും വേസ്റ്റൊക്കെ നിരത്തുന്നതിന് വേണ്ടിയിട്ടൊരു സ്റ്റിക്കും ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബക്കറ്റിൽ നിറയ്ക്കേണ്ട ഇനോക്കുലം എന്ന് പറയുന്നത്. ഇതാണ് പച്ചക്കറി വേസ്റ്റിനെ എല്ലാം പൊടിച്ച് നമുക്ക് വളമാക്കി മാറ്റി തരുന്നത്. അപ്പോൾ ഓരോ ബക്കറ്റും നമുക്ക് ഇനോക്കുലം നിറച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ബക്കറ്റിൻ്റെ അകത്തുള്ള ഈ വെട്ടിൻ്റെ ഭാഗം വരെ നമ്മൾ ഇനോക്കുലം നിറച്ചു കൊടുക്കണം. ഈ 3 ബക്കറ്റിലും നമ്മൾ നിറച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആ റൗണ്ട് പോലത്തെ ആ വെട്ടിലാണ് അതുവരെ നമ്മൾ ഇനോക്കുലം 3 ബക്കറ്റിലും നിറച്ചു കൊടുക്കണം. ഈ ഇനോക്കുലം വന്നിട്ട് അവർ ബക്കറ്റിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ്. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ കിട്ടുന്ന നമ്പർ തന്നിട്ടുണ്ട്. അതിൽ വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിൽ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ ഈ 3 ബക്കറ്റിൻ്റെ വെട്ടിൻ്റെ അതുവരെ നമുക്ക് ഇതിനെ നിറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 3 ബക്കറ്റും നമ്മൾ ഇതുപോലെ ഇനോക്കുലം നിറച്ചെടുത്തിരിക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ അടുക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ഉണ്ട്. ആ ബേസ് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ ബക്കറ്റ്, അതിൻ്റെ മീതിയിൽ പിന്നെ ആ നീല കളറിലുള്ളത് വെക്കണം. അതിൻ്റെ മീതിയിൽ നമുക്ക് അടുത്ത ബക്കറ്റ് വെക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ അടുക്കി വെക്കാവുന്നതാണ്. ഏറ്റവും ടോപ്പിലെടുത്ത് ബക്കറ്റിൻ്റെ ഒരു അടപ്പൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ബാസ്ക്കറ്റിലാണ് പച്ചക്കറി വേസ്റ്റൊക്കെ തന്നെ ഇടുന്നത്. അപ്പോൾ എല്ലാത്തരം വേസ്റ്റുകളിടാം. മുട്ടത്തോല്, ഉള്ളിത്തോല്, ബാക്കി വീട്ടിൽ അറിയുന്ന പച്ചക്കറികളുടെ എല്ലാ വേസ്റ്റുകളും ഇടാവുന്നതാണ്. അതിന് നമുക്ക് ഓരോ ദിവസവും കളക്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഉള്ളത് കളക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ തന്നെ ഇടാവുന്നതാണ്. മീനിൻ്റെ മുള്ളും അതുപോലെ തന്നെ ചിക്കൻ്റെ വേസ്റ്റ് ഒക്കെ തന്നെ ഇടാവുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഇതുപോലെയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മീനിൻ്റെ വേസ്റ്റും ഒക്കെ തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം അതിനുള്ള വെള്ളം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള വേസ്റ്റ് നമുക്കൊരു ദിവസത്തെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരുമിച്ച് ഇടാവുന്നതാണ്. ഒരുമിച്ച് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നിരത്തി കൊടുക്കാവുന്നതാണ് ആ സ്റ്റിക്ക് വെച്ചിട്ട്. ഇതിൽ ഇടാൻ പാടില്ലാത്ത വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മോര്, പാല്, അതുപോലെ തന്നെ പുളി, നാരങ്ങ, പൈനാപ്പിളിൻ്റെ വേസ്റ്റ്, ഓറഞ്ചിൻ്റെ വേസ്റ്റ്, ഇതൊന്നും തന്നെ ഇടാൻ പാടില്ല. പുളിപ്പുള്ള ഒന്നും തന്നെ ഇടാൻ പാടില്ല. ഇതൊന്നും നന്നായിട്ട് തന്നെ പൊടിയത്തില്ല. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും തന്നെ പാടില്ല. അപ്പോൾ ഒരു ദിവസത്തെ വേസ്റ്റ് മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കണം. അപ്പോൾ വേസ്റ്റ് മൊത്തത്തിൽ കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതെല്ലാം നല്ല രീതിയിൽ പൊടിഞ്ഞു വരത്തുള്ളൂ. സ്മെല്ലും ഒന്നും കാണാണ്ട് പുഴുവൊന്നും വരാണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ബക്കറ്റിനെ വെക്കുമ്പോൾ നമ്മൾ തണലത്ത് വെക്കണം. അതുപോലെ തന്നെ മഴയൊന്നും വീഴാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. ഇതിന് യാതൊരുവിധ സ്മെല്ലും ഇല്ല, അതുപോലെ തന്നെ പുഴുവൊന്നും തന്നെ വരത്തില്ല. അപ്പം നമ്മൾ ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റ്, നമ്മുടെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് എല്ലാം ഇട്ട് തന്നെ ഇത് ഫില്ല് ചെയ്ത് വരണം. അപ്പോൾ അത് ഈ കാണുന്ന ലൈനിൻ്റെ അതുവരെ എത്തുമ്പോൾ നമ്മളിതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഏറ്റവും ടോപ്പിൽ ഇനോക്കുലം മസ്റ്റായിട്ട് നമ്മൾ ഇട്ടിരിക്കണം. അപ്പോൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ബക്കറ്റിനെ എടുത്ത് നമ്മൾ ഏറ്റവും താഴെയാണ് വെക്കേണ്ടത്. ഏറ്റവും താഴെ ഇരിക്കുന്ന ബക്കറ്റിനെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടും വെക്കണം. അപ്പോൾ നടുക്കുള്ള ബക്കറ്റ് എപ്പോഴും തന്നെ എംറ്റി ആയിട്ടിരിക്കണം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇരിക്കണം ഈ 2 ബക്കറ്റുകളൊക്കെ തന്നെ വരാനായിട്ട്. അപ്പോൾ മുകളിലത്തെ ബക്കറ്റ് നിറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ ബക്കറ്റ് നമ്മളിങ്ങനെ ഇതുപോലെ താഴെ എടുത്ത് വെക്കണം.
അതിനുശേഷം രണ്ടാമത്തെ ബക്കറ്റ് അതുപോലെ തന്നെ വെക്കണം. അതിനുശേഷം മൂന്നാമത്തെ ബക്കറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കാം. എന്നിട്ട് ഈ ഏറ്റവും താഴത്തെ ബക്കറ്റാണ് നമ്മൾ പിന്നെ നിറച്ച് കൊടുക്കേണ്ടത്. അപ്പം താഴത്തെ ബക്കറ്റ് നിറഞ്ഞു വരുമ്പോൾ ഏറ്റവും താഴെയുള്ള ബക്കറ്റ്, നമ്മൾ ആദ്യം വെച്ച ബക്കറ്റ് എല്ലാം തന്നെ വേസ്റ്റ് എല്ലാം പൊടിഞ്ഞ് വളമായി മാറിക്കഴിയും. അപ്പോൾ അതിനെ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം ഒരു വട്ടം കൂടി നമുക്കിതിനെ ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഇനോക്കുലത്തിന് പകരം ആ വേസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഇനോക്കുലം ഇട്ട് അത് ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ കിച്ചൺ ബിന്നിൻ്റെ മുകളിലത്തെയും ഏറ്റവും താഴത്തെയും ബക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുകൾ ഭാഗം നിറഞ്ഞു കഴിയുമ്പോൾ അതിനെ എടുത്ത് താഴെ വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ താഴ്ഭാഗത്തുള്ള വേസ്റ്റിൽ നിന്നുള്ള വായുവൊക്കെ തന്നെ മുകളിലത്തെ ബക്കറ്റിലോട്ട് വന്നിട്ട് അവിടെ നിന്നുള്ള ഹോളിലൂടെയൊക്കെ തന്നെ പുറത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു സ്മെല്ലും തന്നെ അനുഭവപ്പെടത്തില്ല. അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ ഇത് പൊടിഞ്ഞും കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ബക്കറ്റ് നിറയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചെറിയ ജൈവ സ്ലറിയൊക്കെ തന്നെ ഇറങ്ങി രണ്ടാമത്തെ ബക്കറ്റിൽ ആ ഇനോക്കുലത്തിലൊക്കെ തന്നെ വന്ന് വീണ് അതെല്ലാം തന്നെ അബ്സോർവ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്മെല്ലൊന്നും തന്നെ കാണത്തില്ല. പിന്നെ ഇതിനെ നമ്മൾ മഴയും വെയിലും ഒന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളമൊക്കെ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ വെള്ള ഈർപ്പം ഇല്ലാത്തതും അതുപോലെ തന്നെ പുളിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ ഇതിലോട്ട് ഇടാണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും കിച്ചൺ ബിൻ എന്ന പദ്ധതിയിലോട്ടുള്ള ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്